നമസ്കാരം. ഇക്കണോമിക്സ് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 9 തിങ്കളാഴ്ച. വിപണി പുതിയൊരു വാരത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ വാരം മികച്ച നേട്ടത്തോടെയാണ് ഇന്ത്യൻ വിപണി വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസസ് 83,580.40 എന്ന നിലയിലും നിഫ്റ്റി 25,693.70 എന്ന പോയിന്റിലുമാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഏകദേശം 3.5% നേട്ടമാണ് കഴിഞ്ഞ വാരം സ്വന്തമാക്കിയത്. എന്നാൽ ഈ പുതിയ വാരത്തിൽ നിക്ഷേപകർ കാത്തിരിക്കുന്നത് വലിയ ചില നീക്കങ്ങൾക്കാണ്. വിപണിയുടെ പുതിയ ആഴ്ചയിലെ പോക്ക് എങ്ങോട്ടായിരിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും വലിയ ആശ്വാസം റിസർവ് ബാങ്കിന്റെ പണനയം തന്നെയാണ്. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ 5.25% തന്നെ നിലനിർത്താനാണ് RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള സമിതി തീരുമാനിച്ചത്. ഇത് വിപണി നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും RBIയുടെ ന്യൂട്രൽ നിലപാട് വിപണിക്ക് വലിയ കരുത്ത് നൽകുന്നുണ്ട്. പണപ്പെരുപ്പം 2.1% താഴുമെന്നും രാജ്യത്തെ സാമ്പത്തിക വളർച്ച 7.4% തുടരാനുമാണ് RBI പ്രവചിക്കുന്നത്. അതായത് പലിശ നിരക്കുകൾ ഉയരില്ല എന്ന് മാത്രമല്ല, വരും മാസങ്ങളിൽ കുറയാനുള്ള സാധ്യതയും ഇത് തുറന്നിടുന്നു. ബാങ്കിംഗ്, ഓട്ടോമൊബൈൽ ഓഹരികൾക്ക് ഇത് വലിയ ഗുണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ 18% കുറയ്ക്കാൻ അമേരിക്ക തീരുമാനിച്ചത് ഈ വാരത്തിലെ വിപണി ചലനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കും. മോത്തിലാൽ ഓസ്വാളിന്റെ അനാലിസിസ് പ്രകാരം ഇത് നമ്മുടെ IT, ഫാർമ, ടെക്സ്റ്റൈൽസ് മേഖലകൾക്ക് വലിയ കുതിപ്പ് നൽകും. പ്രത്യേകിച്ച് വിദേശ നിക്ഷേപകർ വീണ്ടും ഇന്ത്യൻ വിപണിയിലേക്ക് സജീവമായി മടങ്ങിയെത്താൻ ഈ കരാർ കാരണമാകും. കഴിഞ്ഞ വർഷം വിദേശികൾ ഏകദേശം $22 ബില്യൺ ഓഹരികളാണ് വിറ്റൊഴിഞ്ഞത്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഈ പണമൊഴുക്ക് തിരിച്ചു വരുമെന്നാണ് വിദഗ്ധരുടെ പ്രതീക്ഷ. തിങ്കളാഴ്ച വിപണിയിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് 3 വമ്പൻ കമ്പനികളുടെ റിസൾട്ടുകളാണ്. BSE ലിമിറ്റഡ്, സൈഡസ് ലൈഫ് സയൻസ്, ഐറോബിന്ദോ ഫാർമ എന്നിവർ തിങ്കളാഴ്ച തങ്ങളുടെ 3ാം പാദഫലങ്ങൾ പുറത്തുവിടും. BSEയുടെ ഓഹരികളിൽ വലിയ വോളിയം പ്രതീക്ഷിക്കുന്നുണ്ട്. ഫാർമ ഓഹരികളെ സംബന്ധിച്ച് അമേരിക്കയുമായുള്ള വ്യാപാര കരാർ വന്നതിന് ശേഷമുള്ള ആദ്യ റിസൾട്ട് ആയതുകൊണ്ട് തന്നെ നിക്ഷേപകർ വലിയ താല്പര്യത്തോടെയാണ് ഇതിനെ കാണുന്നത്. കൂടാതെ ഈ ആഴ്ച ടൈറ്റൻ, M&M, ഹിൻഡാൽകോ, ONGC തുടങ്ങിയ മുൻനിര കമ്പനികളുടെയും ഫലങ്ങൾ വരാനിരിക്കുന്നുണ്ട്. സാങ്കേതികമായി നോക്കിയാൽ നിഫ്റ്റിക്ക് 25,700 മുതൽ 25,800 വരെ ശക്തമായ ഒരു പ്രതിരോധമുണ്ട്. ഇത് മറികടന്ന് മുകളിൽ സ്ഥിരത കൈവരിച്ചാൽ മാത്രമേ 26,000 എന്ന റെക്കോർഡ് നിലവാരത്തിലേക്ക് വിപണിക്ക് എത്താൻ കഴിയൂ. ICICI സെക്യൂരിറ്റീസിന്റെ നിരീക്ഷണം അനുസരിച്ച് 25,500 എന്ന പോയിന്റിൽ നിഫ്റ്റിക്ക് ശക്തമായ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിപണിയിൽ ചെറിയ ഇടിവുകൾ ഉണ്ടായാൽ അത് നല്ല ഓഹരികൾ വാങ്ങാനുള്ള അവസരമായി കാണാം. ബൈ ഓൺ ഡിപ്സ് എന്നതാണ് ഈ വാരത്തിലെ പ്രധാന തന്ത്രം. തിങ്കളാഴ്ച രാവിലെ വ്യാപാരത്തിന് ഇറങ്ങുന്നവർ ചില റിസ്ക് ഘടകങ്ങൾ കൂടി കണക്കിലെടുക്കണം. ആഗോള വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ നമ്മുടെ വിപണിയെയും ബാധിക്കാം. അമേരിക്കൻ ടെക് ഓഹരികളിൽ കഴിഞ്ഞ ദിവസം കണ്ട ചെറിയ തിരുത്തൽ ഇന്ന് നമ്മുടെ IT ഓഹരികളിൽ പ്രതിഫലിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗിൽ തന്നെ ധൃതിപ്പെട്ട് വലിയ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വിപണി ഒന്ന് സ്ഥിരത കൈവരിച്ച ശേഷം മാത്രം നിങ്ങളുടെ ട്രെൻഡുകൾ പ്ലാൻ ചെയ്യുക. റീറ്റെയിൽ നിക്ഷേപകരെ സംബന്ധിച്ച് ഇതൊരു മികച്ച സമയമാണ്. ബാങ്കിംഗ് മേഖലയിൽ വലിയ ഉണർവ് പ്രകടമാണ്. SBI, ICICI ബാങ്ക് തുടങ്ങിയ ഓഹരികൾ ശ്രദ്ധിക്കുക. ക്രോപ്പ് പ്രൊഡക്ഷൻ മെച്ചപ്പെടുന്നത് FMGC മേഖലയ്ക്കും ഗുണകരമാണ്. ITC പോലുള്ള ഓഹരികളിൽ കഴിഞ്ഞ വാരം കണ്ട കുതിപ്പ് ഈ ആഴ്ചയും തുടരുമോ എന്ന് നമുക്ക് നോക്കാം. കൂടാതെ ക്രൂഡ് ഓയിൽ വില താഴേക്ക് വരുന്നത് പെയിന്റ്, ടയർ കമ്പനികൾക്ക് നേട്ടമാകും. ഏഷ്യൻ പെയിന്റ്സ്, MRF തുടങ്ങിയ ഓഹരികൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. NRI നിക്ഷേപകർക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ബജറ്റ് 2026 പ്രവാസി നിക്ഷേപകർക്കായി PMS നിയമങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് കൂടുതൽ പ്രവാസി പണം എത്താൻ സഹായിക്കും. വിപണിയിൽ വലിയൊരു ബുൾ റണ്ണിനുള്ള സാഹചര്യം ഒരുങ്ങുകയാണെന്നാണ് പല ബ്രോക്കറേജ് ഹൗസുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഈ പുതിയ ആഴ്ച വിപണിയിൽ വലിയൊരു കുതിപ്പിന് കളമൊരുങ്ങുകയാണ്. പോസിറ്റീവായ ആഗോള സാഹചര്യങ്ങളും RBIയുടെ പിന്തുണയും വിപണിക്ക് കരുത്തേകും. എങ്കിലും നിക്ഷേപകർ അമിതമായ ആവേശം കാണിക്കാതെ കൃത്യമായ റിസ്ക് മാനേജ്മെന്റുകൾ പാലിച്ചു തന്നെ മുന്നോട്ട് പോവുക. ലാഭം എടുക്കുന്നതിനോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റി ഓഹരികൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ചേർക്കാനും ഈ സമയം ഉപയോഗിക്കാം. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഓഹരി വിപണിയിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് കൃത്യമായി പഠിക്കുകയോ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടുകയോ ചെയ്യുക.